ആ മേടിച്ചോ. CB പ്രസിഡന്റ് അല്ലേ? പ്രിയപ്പെട്ട ബാബു ചേട്ടാ, ചേച്ചി, സിബി ചേട്ടൻ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ബാബു കൊച്ചുപറമ്പിൽ തൻ്റെ സ്ഥലത്തിൽ നിന്നും 10 സെൻറ്റ് വീതം വീട് വയ്ക്കാൻ സ്ഥലമില്ലാതിരുന്ന 2 അർഹതപ്പെട്ട ആളുകൾക്ക് ഇന്ന് എഴുതി നൽകിയ ഒരു ദിവസമാണ്. 2 മാസങ്ങൾക്ക് മുമ്പാണ് ബാബു ചേട്ടൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കുറച്ച് ഫണ്ട് കളക്ട് ചെയ്ത് നൽകാനുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന സ്ഥലം ഇന്ന് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് വിൽക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു കാര്യം നടന്നില്ല. അതുകൊണ്ടൊരു 2 കൂട്ടർക്ക് 10 സെൻറ്റ് വീതം സ്ഥലം നൽകിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം ഇങ്ങനെ പറയുകയുണ്ടായി. ഞാൻ കൈക്കാരന്മാരും ഒക്കെ ആയിട്ട് ആലോചിച്ചിട്ട് ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് അർഹതപ്പെട്ട 2 കൂട്ടരെ കണ്ടെത്താനായിട്ട് സാധിച്ചു. ഒരാൾ ജോമോൻ കിരിത്തോട് സ്വദേശിയാണ്. അതുപോലെ തന്നെ അജേഷ് രാജമുടി സ്വദേശിയാണ്. 2 കൂട്ടർക്കും സ്ഥലമില്ല. അവർക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, വാടകയ്ക്കാണ് അവർ താമസിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അതിനുശേഷം ബാബുചേട്ടനെ അറിയിച്ചു. ബാബുചേട്ടനും ആ ഒരു കാര്യത്തിൽ തൃപ്തി വന്നു. ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ്. ബാബുചേട്ടൻ്റെ കുടുംബം ഇന്ന് എത്തി സ്ഥലത്തിൻ്റെ പൂക്കുവരവുകളൊക്കെ നടത്തി 2 രജിസ്ട്രേഷനൊക്കെ നടത്തി 2 കൂട്ടർക്കും അത് ഏൽപ്പിച്ചു കൊടുത്തു. വളരെ സന്തോഷം തോന്നി. കാരണം ചെറിയൊരു കാര്യത്തിൽ പോലും ആളുകളെ സഹായിക്കാനായിട്ട് ആളുകൾ മടി വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പട്ടയ സ്ഥലം, നല്ല മൂല്യമുള്ള ഈ സ്ഥലം, പട്ടയ സ്ഥലം, അത് നിർധനരായ 2 പേർക്ക് നൽകാനുള്ള ഒരു മനസ്സ് കാണിച്ചു. തീർച്ചയായിട്ടും അത് സമൂഹത്തിന് നല്ലൊരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഒരു വലിയ മനസ്സിനുടമയ്ക്ക് മാത്രമേ അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ബാബുചേട്ടൻ്റെ കുടുംബത്തിനും ഒക്കെ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. അത് നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അതൊരു വലിയ മാതൃകയും പ്രചോദനവുമായിട്ട് മാറട്ടെ എന്ന് തീർച്ചയായിട്ടും ആശംസിക്കുന്നു. നമ്മുടെ മണിയാർകുണ്ടിൽ താമസം ഉണ്ടായിരുന്ന കൊച്ചേട്ടനും ബാബുചേട്ടനും അതുപോലെ ജൂലി ചേച്ചി, അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്ന 1 ഏക്കർ സ്ഥലത്തിൻ്റെ 20 സെൻറ്റ് സ്ഥലത്തോളം 2 പേർക്ക് വീടും സ്ഥലവുമില്ലാത്ത 2 പേർക്ക് വീതം വെച്ച് 2 പേർക്കും ദാനമായി എന്ന് പറഞ്ഞാൽ വീട് വയ്ക്കാൻ വേണ്ടി 2 പേർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം അവരുടെ നല്ല മനസ്സിന് നന്ദി പറയുന്നു. ഇതുപോലെ ഒത്തിരി ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഉള്ളതിനൊരു വീതം 2 കുടുംബങ്ങൾക്ക് കൊടുത്ത് ഒരു മാതൃകയായിരിക്കുകയാണ്. മണിയാർകുണ്ടി താമസമായിരുന്നു. ഇപ്പം കോട്ടയത്ത് താമസിക്കുന്ന ബാബുചേട്ടന് ഏറെ പാലായി താമസിക്കുന്നു. ബാബുചേട്ടന് മണിയാർകുണ്ടിക്കാരുടെ മൊത്തം പേരിലും അതുപോലെ തന്നെ നമ്മുടെ ഈ എല്ലാവരുടെയും പേരിലുള്ള നന്ദി ആദ്യം പറയുകയാണ്. കാരണം ഇങ്ങനെയുള്ള മനസ്സിനുടമകളെ കിട്ടാൻ പാടാണ്. കാരണം വെച്ചാൽ ഒത്തിരി ഉണ്ടായിട്ടില്ല, ഉള്ളതിൽ നിന്ന് മിച്ചം വെച്ച് ഇവർ കൊടുത്തതാണ്. എല്ലാവിധ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ ജോമോനും അജേഷനും നമുക്ക് ദൈവം ദാനമായിട്ട് തന്ന സ്ഥലത്തിൻ്റെ ഒരു ചെറിയ വിഹിതം ഇവർക്ക് 2 പേർക്കായിട്ട് വീതിച്ച് കൊടുക്കുകയാണ്. കാരണം ഇവരെ സംബന്ധിച്ച് ഒരു വർഷങ്ങളായിട്ട് വാടകയ്ക്ക് താമസിക്കുന്നവരാണ്, സ്വന്തമായിട്ട് ഭൂമിയില്ല. അപ്പം ഇവർക്കൊരു ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം ഇങ്ങനെ പ്രചോദിപ്പിച്ചു. അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഞാനിത് നമ്മുടെ വയനാട്ടിലെ പ്രളയത്തിലേക്ക് ഈ സ്ഥലം വിറ്റിട്ട് ഇതിൻ്റെ ഫണ്ട് കൊടുക്കാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ആ സമയങ്ങളിലൊന്നും ഇത് ഒത്തിരി ശ്രമിച്ചിട്ട് ഈ സ്ഥലക്കച്ചവടം നടക്കാതെ വന്നപ്പോൾ ഞാൻ ഞങ്ങളുടെ പഴയ വികാരിയായിരുന്ന മണിയാർകുടികളുടെ വികാരി അച്ഛനെ ഞാൻ വിളിച്ച് പറഞ്ഞു, അച്ഛൻ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഇത് വിറ്റ് വയനാട്ടിന് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ഇത് പാവപ്പെട്ട 2 വ്യക്തികൾക്കായിട്ട് അച്ഛൻ തന്നെ 2 വ്യക്തികളെ കണ്ടുപിടിക്കുക, അവർക്ക് ഞാനത് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അച്ഛനോട് അറിയിച്ചതനുസരിച്ച് അച്ഛൻ 2 മാസക്കാലമായി. അപ്പോൾ അച്ഛൻ അർഹതപ്പെട്ട 2 പേരെ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ 2 പേർക്ക് ഞാൻ എൻ്റെ സ്ഥലം ഇന്ന് കൊടുത്തു. അതെൻ്റെ ഫാമിലിയുടെ എല്ലാം എല്ലാവരുടെയും സപ്പോർട്ട് കൂടി അവരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഞാൻ ഇവർക്ക് കൊടുക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സിബിച്ചേട്ടനൊക്കെ ആണെങ്കിലും ആദ്യം മുതൽ ഈ സ്ഥലത്തിൻ്റെ ഓരോ കാര്യം കളക്കാനാണ്. ഞാൻ പാലായിൽ ഇപ്പോൾ ആയത് കാരണം എനിക്കെപ്പോഴും വരവൊന്നും നടക്കില്ല. എങ്കിലും സിബിച്ചേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ആദ്യം വിളിച്ചപ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടെന്ന് പറഞ്ഞാൽ 100% നമ്മളൊപ്പം സപ്പോർട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തന്നെ പുള്ളിയുടെ വണ്ടിയായിട്ട് അവിടെ വന്ന് നമ്മളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി എല്ലാം ചെയ്ത് തിരിച്ച് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ ആധാരം ഇവർക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ദൈവം തന്നതാണ് എനിക്ക്. തീർച്ചയായിട്ടും ഞാൻ അതിലൊരു പങ്ക് ഇവർക്ക് കൊടുത്തു എന്ന് മാത്രം. ദൈവം നമ്മളോട് പറയാനുള്ളത്,
തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി സ്ഥലങ്ങളുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സാധിക്കുന്നവർക്ക് ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ തന്നെ സ്ഥലവും ഒന്നുമില്ലാതെ ഒത്തിരി മനുഷ്യരുണ്ട്. നമ്മളൊരു വിഹിതം അവർക്ക് കൊടുക്കുന്നവർക്ക് നമുക്കൊരിക്കലും ഒരു കുറവ് സംഭവിക്കാൻ പോകുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ മറ്റുള്ളവരുടെ വേദനകൾ നമ്മൾ കാണണം, അവരെ സഹായിക്കണം. അത് നമ്മളെല്ലാം കടമയാണ്. നമ്മൾ എത്ര നമുക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ചാലും നമുക്ക് എത്ര ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ ആ പൈസയൊന്നും നമുക്കൊരു നല്ല രോഗം വന്നാൽ അത് ട്രീറ്റ്മെൻറ്റിന് ആ പൈസയൊന്നും നമുക്ക് വിവരിക്കുകയില്ല. കാരണം എത്ര ലക്ഷം ഉണ്ടെങ്കിലും ആ പൈസ കൊണ്ട് ആ രോഗത്തെ മാറ്റാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. അതുപോലെ ഭക്ഷണം നമുക്കൊരു നല്ല വലിയ രോഗങ്ങളൊക്കെ വന്നാൽ ഫുഡ് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം വായിക്കൂടെ ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ആ പൈസ കൊണ്ടൊന്നും ആ ഒരു രോഗം മാറ്റിയെടുക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ സത്യം. എത്ര ലക്ഷം നമ്മളുണ്ട്, എത്ര ആസ്തി നമ്മുടെ ഉണ്ടെങ്കിലും ഇതൊന്നും നമുക്ക് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ സമൂഹത്തിലുള്ളവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സ്ഥലമില്ലാതെ ഒത്തിരി മനുഷ്യർ എനിക്കറിയാം. ഈ മണിയാർകുടി തന്നെയാണല്ലോ ഒത്തിരി മനുഷ്യരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ അതൊരു ദൈവസന്നിധിയിൽ ഒരു വലിയ സന്തോഷമായി മാറും എന്നതിന് ഉറപ്പാണ്. അതെനിക്ക് പറയാനുള്ളൂ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.